ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് എങ്ങനെയാണ് ഒരു പൊറോട്ട എന്നാണ് അതിന് ഈ വെളി രാജ്യത്ത്, അതായത് രാജസ്ഥാൻ, ഡൽഹി, ബോംബെ അങ്ങനെയൊക്കെ പറയുന്നത് പൊറോട്ട എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൊറോട്ട അല്ല, ഞാൻ ഉദ്ദേശിച്ച ചപ്പാത്തിയുടെ വേറൊരു മോഡല്. അതിന് പൊറോട്ട എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കറിയില്ല നോർത്ത് ടെൻഷൻ അടിക്കേണ്ട, ചായയുടെ കൂടെ ഒക്കെ നമുക്ക് തിന്നാനൊക്കെ നല്ല ഇതാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ രണ്ടാമതും ആട്ട കുഴയ്ക്കുന്ന വീഡിയോ എടുക്കാനുണ്ടായ കാരണം മെയിൻ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ മാസം 24-ാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ തുടങ്ങിയ ആ സമയത്താണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നത്. ആ വീഡിയോയ്ക്കകത്ത് ചില അപാകതകളുണ്ട്, അത് ഞാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. കാരണം നമ്മളിതൊന്നും നേരത്തെ ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകുന്നിടത്ത് ഒരു വീഡിയോ എടുക്കുന്ന, ഒരു ഫോട്ടോ എടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോയിൽ എടുക്കുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. അപ്പം അതിനകത്ത് ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴയ്ക്കുന്നതൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് സത്യം തന്നെയാണ്. എന്നോർത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഇട്ട് ആരെയും നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് 1,00,000 വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പം ഇതിൽ 5-6 പേര്, കൂടിയ 10 പേര് മാത്രമാണ് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുള്ളത്. എൻ്റെ വീഡിയോ തുടക്കം മുതൽ ഇന്ന് വരെയും കാണുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാവോ? സുജ നേരത്തെ ചെയ്ത വീഡിയോകൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, സുജയുടെ ഇപ്പോഴത്തെ വീഡിയോ. അങ്ങനെയുള്ള കമൻറ്റുകളാണ് നമ്മൾക്ക് പ്രചോദനം കിട്ടുന്നത് ഈ വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനും ഉള്ളത്. എന്നും പറഞ്ഞ് ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടെന്നോർത്ത് ഞാൻ പുറകോട്ട് പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പൊ ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല, മനസ്സിലായോ? അങ്ങനെ ഒരു ലോല ഹൃദയമൊന്നും അല്ല. അങ്ങനെയൊന്നും കേട്ടാലൊന്നും യൂട്യൂബ് നിർത്തിയിട്ട് ഞാനങ്ങ് വേറെ പണി നോക്കുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഇങ്ങനൊന്നും ആർക്കും നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട് നിരുത്സാഹപ്പെടുന്നത് എന്നെ നല്ല ആർക്കും തന്നെ. അതൊക്കെ മിക്കവർക്കും അതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, മനസ്സിലായോ? ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടവർ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഏത് പ്രവൃത്തികൾ ചെയ്താലും തുടക്കത്തിൽ ഒരു അപാകത ഉണ്ടാകാറുണ്ട്, അല്ല ഉണ്ടായിട്ടാണ് ഞാൻ ഈ ലെവൽ വരെ എത്തിയത് എന്നൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇടാനുള്ള ആ മനസ്സ് വരത്തില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഈ ജനങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ഇത് ചെയ്യത്തില്ല. അതേസമയം 1,00,000 വ്യൂവേഴ്സ് ഉള്ള എനിക്ക് ഈ 10 പേരേ ഉള്ളൂ ഇങ്ങനെ ഇട്ടത്. ബാക്കി അത്രയും പേരും എനിക്ക് നല്ല കമൻറ്റുകളാണ് ഇട്ടത്. ആ നല്ല കമൻറ്റുകളാണ് എനിക്ക് ഒറ്റ ദിവസം മുടങ്ങാതെ വീഡിയോ ഇടാനുള്ള പ്രചോദനം കിട്ടിയത്, മനസ്സിലായോ? അപ്പം പിന്നെ ആട്ട കുഴയ്ക്കുന്നത് കയ്യേലാകത്തില്ല എന്ന് പറഞ്ഞ ഒരാളെനിക്ക് പറഞ്ഞിരുന്നു. ആ ഒരറിവ് എനിക്ക് പുതിയതാണ്. കാരണം നമ്മൾ സ്പൂണും കൊണ്ടല്ല കുഴയ്ക്കുന്ന, തവി കൊണ്ടല്ല, മിഷ്യൻ കൊണ്ടല്ല. നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ എത്ര ആയെന്ന് പറഞ്ഞാലും വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കയ്യേലായിരിക്കും, അതിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ അത് കയ്യിൽ നിന്ന് പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ എണ്ണ ഒഴിക്കും, നെയ്യ് ഒഴിക്കും, ഡാൽഡ ഒഴിക്കും. അതങ്ങനെ ഒഴിച്ചിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈ നല്ല നീറ്റാകും, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഞങ്ങളൊക്കെ ഇതൊക്കെ കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഉള്ള നെയ്യും വെളിച്ചെണ്ണയും ഒന്നും കോരി ഗോതമ്പ് പൊടിക്കകത്ത് ഒഴിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരോ അസുഖങ്ങളാണ് എല്ലാവർക്കും. പിന്നെ നമ്മൾ ചുടുമ്പോൾ ഒഴിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ എണ്ണ ആ ചപ്പാത്തി, നമ്മൾ ചപ്പാത്തി കഴിക്കുന്നത് തന്നെ എന്തിനാ? നമ്മൾ ചോറുണ്ടാകും ചപ്പാത്തി കഴിക്കുന്നത് തന്നെ എന്തിനാ? നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാനല്ലേ. അപ്പോൾ ഈ എണ്ണയും നെയ്യും എല്ലാം ഒഴിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മുടെ കൈ നീറ്റാകും, നമ്മൾക്ക് രോഗം ഒരു സൈഡിൽ കൂടെ വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാണ് ഞാൻ ചപ്പാത്തി കുഴച്ചത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ആകും, എന്ന് പറഞ്ഞാൽ ഇവിടം വരെയൊന്നും ആവത്തില്ല, മനസ്സിലായോ? അപ്പം ആ പറഞ്ഞ കൂട്ടുകാർ ആരായിരുന്നാലും അവർക്ക് ഈ അറിവ് അറിയാമെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ പേഴ്സണലായിട്ട് ഇട്ട് തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം ഞാൻ ഇനി ആട്ട കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ആട്ട കുഴയ്ക്കാൻ പോവാണ്, നിങ്ങൾ കണ്ടോളുക. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് കാണാമല്ലോ. അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് നമ്മൾക്ക് എത്രയാണ്
മാവ് വേണ്ടത് അതിനുള്ള വെള്ളം ആദ്യം ഒഴിക്കുക. നമുക്ക് എത്രയാണോ മാവ് വേണ്ടത് അതിനുള്ള വെള്ളം മാത്രം. ഞാനിവിടെ മാവ് ഇടാൻ പോവാണ്, വെള്ളം ഒഴിക്കാൻ പോവാണ്. കണ്ടോ, ഒരു 2.5 ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം അത്രേ വീണിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണയോ നെയ്യോ ഡാൽഡയോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടല്ലോ. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ്, ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത്, ഉപ്പിട്ടു കണ്ടല്ലോ. ഇനി നമ്മളിതൊന്ന് ഇളക്കുക. കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിലാകും. ആകത്തില്ലെന്ന് ഞാൻ പറയില്ല, എന്നും പറഞ്ഞാൽ അങ്ങ് ഇവിടെ വരെ ആക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഇവിടെയൊക്കെ മാത്രം കേട്ടോ. അപ്പം ഇനി കയ്യിലാകാതെ ആട്ട കുഴയ്ക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരണേ. അവർ ആട്ട കുഴച്ചു കൈ കഴിയച്ച് പിന്നെ വന്ന് വീഡിയോ എടുക്കുന്ന ആവരുത്, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കണം. ഇതിങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടി ഇടുക. ഞാൻ പൊടി ഇട്ടിട്ടുണ്ടേ കണ്ടല്ലോ. ഇതിനി ഇങ്ങനെ ഇളക്കുക. ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയാൽ ഒരു ശകലം കൂടെ പൊടി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓക്കെ. കണ്ടോ, തിന്നണ്ട, ഞാൻ കുഴച്ചുകൊണ്ടേ ഇരിക്കുവാണേ. നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് രീതി ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളവും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് അറിയാവുന്നത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. ഇത് നമുക്ക് ഒന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കണ്ട. നമ്മളിങ്ങനെ മാത്രം ആട്ട കുഴച്ചാൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചപ്പാത്തിയുടെ പൊറോട്ട എന്ന് പറയുന്നതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അത് ഒന്നുകൂടെ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ നമ്മളുണ്ടല്ലോ നെയ്യ് ഒഴിച്ച് കുഴയ്ക്കുന്നത് നല്ലതാണ്. ഏറ്റവും നല്ല നെയ്യ് ഒഴിച്ച് കുഴയ്ക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്, ഇത്രയൊക്കെ ആകും. അല്ലാതെ എൻ്റെ കൈ അങ്ങ് നീറ്റായിട്ടൊന്നുമല്ല. ഇത്രയൊക്കെ ആയില്ല പിന്നെ എന്തോ ആട്ട കുഴപ്പം. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണേ. കണ്ടല്ലോ, മതി. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കുക. നമ്മൾ ഇങ്ങനെ നെയ്യൊക്കെ ഇട്ട് കുഴയ്ക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ പൊറോട്ടയ്ക്ക് ആയതുകൊണ്ടാണ്. ചപ്പാത്തിക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ആട്ട കുഴയ്ക്കുമ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് എണ്ണയൊക്കെ പുരട്ടി നമ്മൾ പിന്നെയും കുഴയ്ക്കത്തില്ലേ. ചിലർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ നെയ്യൊക്കെ ഇട്ടിച്ച് കുഴച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ നീറ്റാകും. മനസ്സിലായോ? അത് നമുക്കറിയാം. നമ്മൾ എണ്ണയും നെയ്യും ഒന്നും ഒഴിച്ചില്ലെങ്കിൽ ആ കയ്യെ തന്നെ ഇരിക്കുന്നത്. അതൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ നീറ്റാണ്. വേണ്ടേ, ഇപ്പം നീറ്റായില്ലേ? അത്രേ ഉള്ളൂ. ഇതാ അതിൻ്റെ വ്യത്യാസം. അല്ലാതെ കയ്യെ പറ്റത്തില്ലെന്ന് പറയുന്നതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഇപ്പം നമ്മുടെ കൈ നീറ്റായി, നമ്മൾ കഴുകാൻ പോയില്ല, ഒന്നും പോയില്ല. ഉണ്ടോ? അപ്പം നെയ്യ് വരട്ടിയത് കൊണ്ടാണ് നമ്മുടെ കൈ ഇത്രയും സൂപ്പറായിട്ടിരിക്കുന്നത്. കഴുകുന്നതിന് തുല്യമായില്ലേ? അതാണ്. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇടണ്ട കേട്ടോ. നമ്മളിതൊന്നും കേട്ട് തളർന്നു പോകത്തില്ല. എനിക്കൊന്നുകൂടെ സന്തോഷമാണ്. കാരണം നമുക്ക് വാശി വേണം. നമ്മുടെ ജീവിതത്തിൽ വാശി ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ തോറ്റുപോകും. എപ്പോഴും വാശിയോടുകൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ ഇടേണ്ടി വന്നത് എനിക്ക്. കണ്ടല്ലോ, ഇപ്പൊ ആട്ട കുഴച്ചത് എല്ലാവരും വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ആരും കാണാതില്ലല്ലോ. ഇതല്ലേ, കണ്ടോ? പാത്രവും നീറ്റായല്ലോ, കയ്യും നീറ്റായല്ലോ. ഇനി ഞാനിത് പൊറോട്ട ഉണ്ടാക്കി കാണിക്കാം. ഇപ്പം തന്നെ കാണിക്കാം, റെസ്റ്റ് ചെയ്യാനും ഒന്നും വെക്കണ്ട. അപ്പം തന്നെ ഞാൻ മാവിൽ നിന്നുണ്ടല്ലോ ഒരു ചെറിയൊരു ഉരുള എടുത്തു. കണ്ടോ? എന്നിട്ട് നമ്മളിത് പൊടിക്കകത്ത് മുക്കി. നമ്മുടെ തവ ഇവിടെ ചൂടായിട്ടുണ്ട്, ഞാനത് തീ അങ്ങ് കുറച്ച് വെച്ചത്. കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ഡാൽഡയോ എന്ത് വേണേലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ നെയ്യാണ് ചേർക്കുന്നത്.
എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി കണ്ടോ, മടക്കിയൊക്കെ എടുത്തത് കണ്ടല്ലോ. ഇനി ഇതിനെ അങ്ങ് പരത്താം. പരത്തിയെടുത്തത് തന്നെ ഞാൻ ചതുരമാണ് എടുത്തത്. ഇതിങ്ങോട്ട് ഇട്ടു. ഇതൊന്ന് ചൂടാവട്ടെ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ആദ്യം. എന്നിട്ട് അതിനെ നമ്മൾ തിരിച്ചിടുക. ആ വശം ഒന്ന് വാടിയതിന് ശേഷമേ നമ്മൾ എണ്ണ ഒഴിക്കാവൂ. നമ്മൾ പച്ച മാവിൻ്റെ പുറത്ത് കുറേ എണ്ണ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാൻ ചെന്നാൽ ആ മാവ് പച്ചയ്ക്ക് തന്നെ ഇരിക്കും. അപ്പം അതിനാണ് നമ്മൾ ഒന്ന് വാടിയതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് അവിടെ ഒന്ന് കണ്ടോ, ഈ നിറം കണ്ടല്ലോ, ഓരോ കറുപ്പ് നിറം വീണ ആ പരുവാകുമ്പം അപ്പുറം തിരിച്ചിടുക. എന്നിട്ട് നമ്മളിവിടെ എന്താണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ചേർക്കുക. ഇതിപ്പോൾ നമ്മളുടെ ഇതിനകം 2-3 ലെയർ ആയിട്ട് കിട്ടും. അതാണ് ചപ്പാത്തി ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ കണ്ടല്ലോ, പൊറോട്ട ഇതാണ് ഇതുപോലെ 2-3 എതളായിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ട നമ്മുടെ ചപ്പാത്തിയുടെ കൂട്ടല്ല, ഇങ്ങനെ ഇരിക്കും. തിന്നാൻ വളരെ ടേസ്റ്റാ. ചൂടുണ്ടേ. നമ്മൾ ഈ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് തിന്നാൻ നല്ല രുചിയാണ്. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം.